സത്യത്തിലൊരു അവിഹിത സന്തതിയല്ലേ ഒന്ന് ആലോചിച്ചു. ഈറ്റിച്ചാക്കോ എന്ന റോമൻ കത്തോലിക്കൻ രാജിവെച്ചപ്പോൾ ആ ഒഴിവിലേക്ക് ഏറ്റവും സീനിയർ അന്നത്തെ കാലത്ത് അംഗീകാരമുണ്ടായിരുന്ന മറ്റൊരു കത്തോലിക്കനെ മന്ത്രിയാക്കി ശങ്കർ വെച്ച കുറ്റം പറയാൻ പറ്റുമോ? ദീപയിലെ ക്ലർക്കാണ് വലുതെന്ന് പറഞ്ഞ് KN ജോർജ് എന്ന ക്ലർക്കായിരുന്നു ദീപ പത്രത്തിൽ. അയാളാണ് വഴക്കുണ്ടാക്കിയാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. അതാ നമ്മൾ അവിഹിത ഗർഭമാണെന്ന് പറയാൻ കാരണം. ഒരു ന്യായമില്ലാത്ത ജന്മമാണ് കേരള കോൺഗ്രസ്. വേറെ പ്രശ്നം ഉണ്ടായി. അന്ന് മന്നത്തപ്പൻ കേരള കോൺഗ്രസ് പേര് നിർദ്ദേശിച്ച മന്നത്തപ്പനും മാത്രമല്ല ഇവിടുത്തെ സമ്പന്നന്മാരെല്ലാം ക്രിസ്ത്യൻ സമ്പന്നന്മാരെല്ലാം അവരെല്ലാം കൂടെ അവരുടേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തതാണ്. മന്നത്തപ്പൻ കേരള കോൺഗ്രസ് പേര് കൊടുത്തെങ്കിലും ഒരു മാസം കഴിഞ്ഞ് എനിക്ക് കേരള കോൺഗ്രസുമായിട്ട് ബന്ധമില്ല, ഇത് പിരിച്ചുവിടുന്നു അങ്ങേര് പറഞ്ഞു. അങ്ങനെ കാര്യം മനസ്സിലായി. അദ്ദേഹം എത്ര വിവരമുള്ളവരാണ്. അതാണ് കേരള കോൺഗ്രസ് ജന്മം. പക്ഷേ ഇപ്പം എത്ര കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഞാൻ എണ്ണി പറയാം. എനിക്ക് മുഴുവൻ എണ്ണം അറിയത്തില്ല, അത്രമാത്രം ഉണ്ട്. 65-ലുണ്ടായ കേരള കോൺഗ്രസ് 69 പിളർന്നു. 69-ലല്ല 67 തന്നെ പിളർന്നു. മാത്തച്ചൻ കുറുനാക്കുന്നതിലും ജയചാക്കോയും കൊടുക്കൊണ്ടാണ് ആദ്യത്തെ പിളർപ്പ് കേരള കോൺഗ്രസ്. അത് കഴിഞ്ഞ് KN ജോർജായിട്ട് KM മാണിയായിട്ട് അടിച്ചു പിരിഞ്ഞു. KM മാണിയും അടിച്ചു പിരിഞ്ഞ് ജോർജ് സാറ് മരിച്ചു കഴിഞ്ഞ് KM മാണി പോയി കഴിഞ്ഞാൽ KM മാണിയും ജോസഫും കൂടെ അടിച്ചു പിരിഞ്ഞു. മാണിയുടെ കൂട്ടത്തിൽ നിന്ന് പോയി ജോസഫിന് പോയി TN ജേക്കബ് പഠിച്ചു പിരിഞ്ഞു. ഞാൻ പറയും എത്ര കേരള കോൺഗ്രസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു 9 കൂടെ. ഇത് ബാലകൃഷ്ണയുടെ കേരള കോൺഗ്രസ്. ബാലകൃഷ്ണയുടെ പ്രത്യേകത പറയാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള കോൺഗ്രസ് സംസ്കാരത്തിലെ ഏറ്റവും സീനിയറായ രാഷ്ട്രീയക്കാരനാണ് പ്രിയങ്കരനായ R ബാലകൃഷ്ണൻ. അങ്ങേർക്ക് കേരള കോൺഗ്രസ് ന്യായമായ അംഗീകാരം കൊടുത്തിട്ടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ്.